നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 2024 ഇഷ്യൂ 2 പാർട്ട് 2. അമ്പലപ്പുഴ സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും ഏത് മേഖലയിലാണ് തിളങ്ങിയത്? നാദസ്വരം. വെസ്റ്റ് ഇൻഡീസ് ബൗളിംഗ് ഇതിഹാസമായ മൈക്കൽ ഗോൾഡിംഗ് വംശീയ അധിക്ഷേപങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് രചിച്ച പുസ്തകം വൈ വി നീൽ, ഹൗ വി റൈസ്. ലിംഗവ്യത്യാസം ജീവശാസ്ത്രപരവും ലിംഗപദവി സാമൂഹികവുമാണെന്നുള്ള ചിന്തകളെ റദ്ദാക്കുന്ന വിഖ്യാത ചിന്തകയും ആക്ടിവിസ്റ്റുമായ ജൂഡിത്ത് ബട്ട്ലർ മാനവികതയെ മുൻനിർത്തിയുള്ള ആശയലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബട്ട്ലറുടെ പഠനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം അൺഡൂയിങ് ജെൻഡർ. ഏതാണ് ഈ പ്രശസ്ത ഇന്ത്യൻ ചിത്രകല? ആദിവാസി കലകളിൽ ഏറ്റവും ജനകീയമായ ചിത്രകല. മഹാരാഷ്ട്രയുടെ വടക്കൻ പ്രവിശ്യയിലും ഗുജറാത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഈ ആദിവാസി സമൂഹം. 3000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചിത്രണ രീതിയാണിത്. ഭിത്തിചിത്രങ്ങളായി വരച്ചിരുന്ന ഇവയെ ക്യാൻവാസിലും കടലാസിലും ആവിഷ്കരിച്ച് പ്രസിദ്ധമാക്കിയത് ദിവ്യ സോമ മാഷയാണ്. വർലി ചിത്രകല. ആരാണ് ഈ സിനിമകളുടെ സംവിധായകൻ? ദൈവവും മതവും നിരന്തരം ഇടപെടുന്നതാണ് കുടുംബം എന്ന് പറയാൻ ശ്രമിക്കുന്ന ഫാമിലി എന്ന ചിത്രം. സഹോദരങ്ങളായ ഒനാൻ്റെയും കോരയുടെയും അത്ഭുത ജീവിത കഥയോടൊപ്പം സഞ്ചരിക്കുന്ന മറ്റു മനുഷ്യരുടെയും കഥ പറയുന്ന 1956 മധ്യ തിരുവിതാംകൂർ. അപ്പനും മകനും തമ്മിലുള്ള സംഘർഷങ്ങൾ പ്രകൃതിയും മനുഷ്യനും ഇടചേരുന്ന ഒരു ഭൂമികയോട് ചേർത്ത് നിർത്തി മതവും വിശ്വാസവും വിശ്വാസരാഹിത്യവും വർണ്ണിക്കുന്ന വിത്ത് എന്ന സിനിമ. ഡോൺ പാലത്തറ. അടുത്തിടെ അന്തരിച്ച ഈ മലയാളി ആര്? ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചിത്രകാരൻ, ശില്പി, ഡിസൈനർ, ഗ്രാഫിക് ആർട്ടിസ്റ്റ്, എഴുത്തുകാരൻ. ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രപരമ്പരയാണ് യയാതി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആയിരുന്നു. 2002 ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ്. 2005 പത്മഭൂഷൺ. ഈ കലാപ്രതിഭയെ 2013 മഹാത്മാഗാന്ധി സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. എ രാമചന്ദ്രൻ. 281 ആൻഡ് ബിയോണ്ട് ഏത് ക്രിക്കറ്ററുടെ ആത്മകഥയാണ്? VVS ലക്ഷ്മണൻ. തിയറി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന കൃതി രചിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമൻ. ഭാഗവത മേള ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? ആന്ധ്രാപ്രദേശ്. കാളിദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് ONV കുറുപ്പ് രചിച്ച കാവ്യമേത്? ഉജ്ജയിനി. ശ്രീകണ്ഠേശ്വരം പത്മനാഭൻ പിള്ള 1923 പ്രസിദ്ധീകരിച്ച ബൃഹത്തായ മലയാളം നിഘണ്ടുവിൻ്റെ പേര് ശബ്ദതാരാവലി. ഫെമിനിസ്റ്റ് സാഹിത്യ ചിന്തയ്ക്ക് അടിത്തറയിട്ട കൃതികളിൽ ഒന്നായ എ റൂം ഓഫ് ഓൺസ് ഓൺ രചിച്ചത് വെർജീനിയ വൂൾഫ്. പുസ്തകത്തോളം വിശ്വസ്തമായ മറ്റൊരു സുഹൃത്തില്ല. ആരുടെ വാക്കുകൾ ആണിത്? ഏണസ്റ്റ് ഫെമിംഗ്വേ. മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറഞ്ഞിരുന്ന പേര് മണിപ്രവാളം. എഴുത്തുകാരനെ തേടി 6 കഥാപാത്രങ്ങൾ 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓഥർ എന്ന നാടകം എഴുതിയത് ലൂയി പിരാൻഡലോ. ഏതാണ് ഈ കവിത? 1949 ഓഗസ്റ്റിൽ 1ഉം 2ഉം ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1950 ഫെബ്രുവരിയിൽ 3ആം ഭാഗവും മാർച്ചിൽ അവസാന ഭാഗങ്ങളും പ്രസിദ്ധീകരിച്ചു. വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ ഈ കവിത മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ദീർഘമായ ഇടവേളകൾ എടുത്ത് പ്രസിദ്ധീകരിച്ച അപൂർവ കവിതകളിൽ ഒന്നാണ്. കുടിയൊഴിക്കൽ. വേർഡ്സ് ഓൺ നോ നേഷൻ എന്ന ഗ്രാഫിറ്റി സീരീസ് അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ഗ്രാഫിറ്റി കലാകാരിയുടേതാണ്. ആരാണ് ഈ കലാകാരി? ഷംസിയ ഹസാനി.
18-ാം നൂറ്റാണ്ടിലെ അവസാന ദശകങ്ങളിൽ സ്പെയിനിൽ രൂപപ്പെട്ടു വന്ന ഈ നൃത്തത്തിൽ സ്ത്രീയും പുരുഷനും ജോഡിയായാണ് ചുവടുവയ്ക്കുന്നത്. പതിഞ്ഞ താളത്തിലുള്ള ഒരു നാടോടി ഗാനത്തിൻ്റെ അകമ്പടിയോടാണ് കലാകാരന്മാർ നൃത്തം ചെയ്യുന്നത്. ഫ്രാൻസിലും ലാറ്റിൻ അമേരിക്കയിലും വരെ ഈ നൃത്തം പ്രചാരം നേടി. ഒരു കാലത്ത് സ്പെയിനിൻ്റെ ദേശീയ നൃത്തമായി കൂടി ഇതിനെ പരിഗണിച്ചിരുന്നു. ഏതാണ് ഈ നൃത്തരൂപം? ബൊലേറോ. മധ്യപ്രദേശിലെ ഉമറിയ ജില്ലയിലാണ് ബൈഗ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഈ കലാകാരി ജീവിക്കുന്നത്. ബൈഗ എന്ന പേരിലുള്ള ഈ കലാനിർമ്മിതിയിൽ പ്രമുഖ സ്ഥാനമാണ് ഇവർക്കുള്ളത്. ഭോപ്പാൽ, ഡൽഹി, മിലാൻ, പാരീസ് എന്നിവിടങ്ങളിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇവർക്ക് 2022 നാരീശക്തി പുരസ്കാരവും 2023 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ കലാകാരി? ജ്യോഥയ ബായി ബൈഗ. പി. പത്മരാജൻ്റെ ഒരു നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് തമാശക്കോട്ട. ഏത് നോവലിലാണ് ഈ സ്ഥലം കടന്നു വരുന്നത്? പ്രതിഭയും രാജകുമാരിയും. മജർഗ ഏത് യൂറോപ്യൻ രാജ്യത്തിൻ്റെ നൃത്തമാണ്? പോളണ്ട്. വിഭജനത്തോടനുബന്ധിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഋത്വിക് ഘട്ടക്കിൻ്റെ ചിത്രത്രയം ഏതാണ്? മേഘേ ധാക്ക താര, കോമൾ ഗാന്ധാർ, സുവർണരേഖ. ഡച്ച് ചരിത്രകാരനും യൂറോപ്പിലെ യുവ ചിന്തകരിലൊരാളുമായ റൂജർ ബ്രെഗ്മാൻ 2021 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മാനവരാശിയുടെ നന്മകളെ പ്രകീർത്തിക്കുന്ന അപൂർവ കൃതികളിൽ ഒന്നാണ്. ഏതാണ് കൃതി? ഹ്യൂമൻ കൈൻഡ് എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി. എൻ്റെ മൃഗായ സ്മരണകൾ ആരുടെ സിക്കാർ സ്മരണകളാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഹിറ്റ്ലറുടെ ഭരണകാലത്തെ വിശേഷിപ്പിക്കുന്ന പദപ്രയോഗമാണ് ഈ പേര്. യൂറോപ്യൻ തിയേറ്ററിലെ പ്രശസ്ത ഇറ്റാലിയൻ നാടകപ്രവർത്തകനായ റോമിയോ കാസ്റ്റെലുച്ചി ഇതേ പേരിലുള്ള ഒരു പോസ്റ്റ് ഡ്രാമ ഒരുക്കിയിട്ടുണ്ട്. ഒരു നാടകം എന്നതിനേക്കാൾ വീഡിയോ ഇൻസുലേറ്ററായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പേര് തേർഡ് റൈഖ്, മൂന്നാം സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951 മുതൽ 1952 വരെ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകൻ വില്യം ബെൻറ്റിക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ആരവല്ലി. ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. പാകിസ്ഥാൻ്റെ ദേശീയ ഫലം പൈനാപ്പിൾ. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. പുകയില വിരുദ്ധ ദിനം മെയ് 31. ഫിജിയുടെ തലസ്ഥാനം സുവ. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ലണ്ടൻ. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക. പ്രശസ്തമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും? 30. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസൻ. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമെന്ത്? ഡയബറ്റിസ് മെലിറ്റസ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? പെരമ്പൂർ, ചെന്നൈ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി.
രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ്. രണ്ട് ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൽക്ക് രാജ് ആനന്ദ്. മകരക്കൊയ്ത്ത് രചിച്ചത് വൈലോപ്പിള്ളി. നളിനി രചിച്ചത് കുമാരനാശാൻ. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ. അമ്പലമണി രചിച്ചത് സുഗതകുമാരി. അമ്മ അഥവാ മദർ രചിച്ചത് മാക്സിം ഗോർക്കി. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ. ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് കെ.ആർ. മീര. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം അയ്യങ്കാളി. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണ്? USA. 1951 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. 1956 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന 3 ഘടകങ്ങൾ: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിൾ. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. അഗർത്തല ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? ത്രിപുര. അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകത ആയിരുന്നു? വിജയനഗരം. അസ്വാൻ ഡാം ഏത് രാജ്യത്താണ്? ഈജിപ്റ്റ്. മിസോറമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് പക്ഷി. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഗോര രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. അരോവില്ലെ എവിടെയാണ്? പുതുച്ചേരി. ആരുടെ കാലത്താണ് ഹ്യൂയാൻ സാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷൻ. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ്? കുറുമ്പൻ ദൈവത്താൻ. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി. ആദ്യത്തെ മലയാള പത്രം രാജസമാചാരം. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19. ഇന്ത്യ ഡിവൈഡഡ്. വിഭക്ത ഭാരതം ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം 1929 ലാഹോർ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേൽ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം 2007. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. റെമിംഗ്ടൺ ഏതിൻ്റെ വ്യവസായ നാമമാണ്? ടൈപ്പ് റൈറ്റർ. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫോർമിക്കോളജി. ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഇന്ദ്രൻ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്ന് മാറ്റിയത്? 96. എവിടത്തെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ? ഇറാൻ. ഐത്തോപ്യയുടെ തലസ്ഥാനം ആഡിസ് അബാബ. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ? കണ്ണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ? സലീം അലി. ഒരു ക്വിൻ്റൽ എത്ര കിലോഗ്രാം? 100.
ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ കോണ്ടൂർ രേഖ. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം എറ്റിമോളജി. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. വാതം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. വിനയപത്രിക രചിച്ചത് തുളസീദാസ്. വിമാനം കണ്ടുപിടിച്ചതാര്? റൈറ്റ് ബ്രദേഴ്സ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ ടാഗോർ. വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1. വിദൂര സൗന്ദര്യത്തിൻ്റെ നഗരം വാഷിങ്ടൺ DC. ശബരിമല ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കൈരളിയുടെ കഥ രചിച്ചത് N. കൃഷ്ണപിള്ള. ചൈനയുടെ നാണയം യുവാൻ. തെക്കൻ കൊറിയയുടെ തലസ്ഥാനം സോൾ. ബോർ ലോഗ് അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? കൃഷി. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ചാർലി ചാപ്ലിൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. കൽപ്പാക്കം ഏത് നിലയിൽ പ്രസിദ്ധം? അണുശക്തി നിലയം. കലിംഗ പ്രൈസ് ഏത് രംഗത്തെ മികവിനെ അംഗീകരിക്കാനാണ് നൽകുന്നത്? ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അസം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപം? ആന്ധ്രാപ്രദേശ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടി. കുദ്രേമുഖ് അയൺ ഓർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ സബ്ലിമേഷൻ. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ ചിഹ്നം പ്രാവ്. സരസദ്രുത കവി കിരീടമണി എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. സാരെ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാംബിയയുടെ തലസ്ഥാനം ലുസാക്ക. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. സിഖു മതം സ്ഥാപിച്ചത് ഗുരു നാനാക്ക്. സുവർണക്ഷേത്രം എവിടെയാണ്? അമൃത്സർ. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. കേരള ഇബ്സൺ എന്നറിയപ്പെട്ടത് N. കൃഷ്ണപിള്ള. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തെ ഏറ്റവും ചെറിയ കരബന്ധ രാജ്യം വത്തിക്കാൻ. ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി കുടുംബശ്രീ. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം ഇസ്രായേൽ. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമം സ്ത്രീധന നിരോധന നിയമം. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ C. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ലൈനാക്ക്. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടൻ. ഘാനയുടെ തലസ്ഥാനം അക്ര. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഹിറ്റ്ലർ ഫ്യൂറർ സർവാധികാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. ഹ്യൂഡോ ഡ്രിവിക്സ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച വർഷം 1901. ചരിയുന്ന ഗോപുരം എവിടെയാണ്? പിസ. ചാവുകടലിലെ ഉപ്പിൻ്റെ ശതമാനം 24. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. പെനാൾട്ടി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. ക്രൈംലിൻ എവിടെയാണ്? മോസ്കോ. മേഴ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യ. ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ 24.
ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോനർ ഡോയൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എവിടെയാണ്? ഭോപ്പാൽ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീകാര്യം. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനിയസ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ സൗദാമിനി ദേശ്മുഖ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബേർട്ട്. 2024 ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ILFK 2023-24 ലോഗോയിലെ പക്ഷി ഏത്? സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ. ലോകത്ത് കറുത്ത പുഷ്പങ്ങൾ വിരിയുന്ന രാജ്യം തുർക്കി. 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ കാസർഗോഡുകാരനായ സത്യനാരായണ ബലേരി. കവുങ്ങിൽ പാളകൾ കൊണ്ട് തെയ്യങ്ങളുണ്ടാക്കുന്ന തെക്കൻ കേരളത്തിലെ പടയണി ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. 2010 മുതൽ ഹാത്തി മേരെ സാഥി പദ്ധതിയിലൂടെ കൊമ്പില്ലാത്ത ആണാനയ്ക്ക് പറയുന്ന പേര് മോഴ. താഴെ പറയുന്ന മൃഗങ്ങളിൽ ഏതാണ് വയനാട് ചൂരിമലയെ വിറപ്പിക്കുന്നത്? ഓപ്ഷൻ എ അരിക്കൊമ്പൻ, ഓപ്ഷൻ ബി കരടി, ഓപ്ഷൻ സി കടുവ, ഓപ്ഷൻ ഡി പടയപ്പ. ഉത്തരം ഓപ്ഷൻ സി കടുവ. താഴെ പറയുന്നവയിൽ ഏത് പക്ഷിയാണ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലുകൾ കൊത്തിവച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ വെള്ളപ്രാവ്, ഓപ്ഷൻ ബി മയിൽ, ഓപ്ഷൻ സി ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത്, ഓപ്ഷൻ ഡി കുയിൽ. ഉത്തരം ഓപ്ഷൻ ബി മയിൽ. മൃഗവൈദ്യത്തിൻ്റെ ചരിത്രം, സ്ഥാനം, ഭാവി എന്നിവ വിശദീകരിക്കുന്ന വെറ്റിനറി സർവകലാശാലയുടെ പുസ്തകം ശാലീഹോത്രിയം. എഡിറ്റർ ഡോക്ടർ അശോക് IAS. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതിനുപയോഗിക്കുന്ന തോക്ക് ക്യാപ്ചർ ഗൺ. മനുഷ്യൻ്റെ കഴുത്തിൽ 7 കശേരുക്കളേ ഉള്ളൂ. എന്നാൽ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ള ജിറാഫിൻ്റെ കഴുത്തിൽ എത്ര കശേരുക്കൾ ഉണ്ട്? 7 കശേരുക്കൾ. നീല നിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി മൂങ്ങ. ക്രിക്കറ്റ് എന്ന പേരിലറിയപ്പെടുന്ന ജീവിയുടെ മലയാളത്തിലുള്ള പേര് ചീവീട്. അക്ഷതം എന്ന വാക്കുമായി ബന്ധപ്പെട്ട സരയൂ നദിക്കരയിലെ ക്ഷേത്രം ഏത്? അക്ഷതത്തിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ ഏവ? ശ്രീരാമക്ഷേത്രം, അരി, നെല്ല്, പച്ചരി, ഗോതമ്പ്. തൃശ്ശൂർ ഇടിഞ്ഞാടിപ്പിള്ളി ക്ഷേത്രത്തിലെ കർമ്മങ്ങൾക്കുപയോഗിക്കുന്ന രാമൻ എന്ന ആനയുടെ പ്രത്യേകത എന്ത്? നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നിർമ്മിച്ച ആദ്യ ആന. സൂക്ഷിച്ചു വച്ചാൽ ഒരിക്കലും കേടാവാത്ത ഒരു ജന്തുജന്യ ആഹാര സാധനം തേൻ. ആനയുടെയും മനുഷ്യൻ്റെയും പിൻകാലുകൾക്കുള്ള ഘടനാപരമായ സാമ്യം എന്ത്? കാൽമുട്ടുകൾ പിന്നോട്ട് മടക്കാനാകുന്നു. ഒട്ടകപ്പുറത്ത് വിവാഹ ആഘോഷം നടന്ന സ്ഥലം ഏത്? വരൻ ഒട്ടകപ്പുറത്തേറിയാണ് വധുവിനടുത്തെത്തിയത്. 14/1/2024. കണ്ണൂർ ചക്കരയ്ക്കൽ. ഗ്രീക്ക് പുരാണത്തിൽ ഓർഫ്യൂസ് ദേവൻ മൃഗങ്ങളെ ശാന്തരാക്കുവാനും വൃക്ഷങ്ങളെ നൃത്തം ചെയ്യിക്കുവാനും ഉപയോഗിച്ച രാഗം ഏത്? കമ്പിരാഗം. തൃശ്ശൂർ പൂരത്തിന് ഒരു കരക്കാർക്ക് എത്ര ആനകളെ വരെ പരമാവധി അണിനിരത്താം? ഓരോ കരക്കാരും 15 ആനകളെ വീതം എഴുന്നള്ളിക്കുന്നു. ശക്തൻ തമ്പുരാൻ്റെ കൽപ്പന അഭംഗുരം തുടരുന്നു. പശുവിനെ കൊന്നാൽ 14 വർഷം കഠിന തടവിന് വിധിക്കുന്ന രാജ്യം നേപ്പാൾ. മാസങ്ങളിൽ നല്ല കന്നിമാസം. കന്നി എന്നത് ഒരു മൃഗത്തിൻ്റെ ബ്രീഡ് കൂടിയാണ്. ഏത് മൃഗത്തിൻ്റെ ബ്രീഡ്? തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ വിവാഹത്തിന് സ്ത്രീധനമായി
ഡോബർമാൻ ഇനത്തിലുള്ള ഒരു നായയും കന്യാദാനം ചെയ്യുന്നു. കന്യയിൽ നിന്നാണ് കന്നി വന്നത്. കേരളത്തിലെ പ്രസിദ്ധ ചിലന്തിയമ്പലം എവിടെയാണ്? പള്ളിയറ ദേവീക്ഷേത്രം, പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. കേരള സർക്കാരിൻ്റെ കൃഷിവകുപ്പ് പുറത്തിറക്കുന്ന ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കാർഷിക മാസിക കേരള കർഷകൻ. മുന്നോട്ട് നടക്കാൻ കഴിയാതെ പിന്നിലേക്ക് മാത്രം നടക്കുന്ന ഒരേ ഒരു ജീവി കുഴിയാനകൾ. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ് തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗസക്കിനും ലഭിച്ചു. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തിയെന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലേഗ് കൊനോനെങ്കോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഷായെ നിയമിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്കൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ഹദൂബിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡ് സെക്രട്ടറി ജയ്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. അണ്ടർ-19 ലോക ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഈലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് 82 വയസ്സ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം N കൃഷ്ണകുട്ടിപ്പിള്ള അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ
ദത്താജി റാവു ഗെയ്ക്വാദ് 95 വയസ്സ് അന്തരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.